ആണ്ടവരുടെ നാമം മയപ്പെടുമാറാകട്ടെ. നമുക്ക് ആണ്ടവരെ നമുക്ക് സ്തുതിക്കാം. ആണ്ടവരുടെ ഭജനത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം. ആണ്ടവർ എന്ന ചൊല്ലുന്നത് നമ്മൾ ഇന്ന് എപ്പിസോഡ് 103 പോവുകയാണ്. 103 അതിൽ ഫിലിപ്പി ലേഖനം 1:24-25 താൻ നാം വാസിക്കുന്നത്. ഫിലിപ്പി ലേഖനം 24-25 നമ്മൾ 23 വരെ വാസിച്ചാച്ചേ പഠിച്ചാച്ചേ നമുക്ക് പാക്കലാം. നമുക്ക് 23 നമുക്ക് എന്നാ ആണ്ടവർ നമ്മുടെ 100 പ്രാവശ്യം കൂടെ ഒന്ന് നമുക്ക് പാർത്തിട്ട് നമുക്ക് 24 നമുക്ക് പോയിടാം. 23 ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. ഇங்கே அப்போஸ்தலனாகிய பவுலோஸ் என்ன சொல்லுதுன்னு தெரியுமா? ഞാൻ രണ്ടിനാലും ரொம்ப കഷ്ടപ്പെടുന്നത്. ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കണമോ ഞാൻ മരിക്കണമോ, ഇതിൽ രണ്ടിനാലും ഞാൻ കഷ്ടപ്പെടുക. കാരണം നമ്മൾ നേരത്തെ നമ്മൾ വാസിച്ചാച്ചേ മരിക്കുന്നത് എനിക്ക് ലാഭം, അത് ജീവിക്കുന്നത് എനിക്ക് ക്രിസ്തു. അതാണ് അപ്പോസ്തലനായ പൗലോസിന്റെ വിസാരം. അന്നേരം ഇപ്പം രണ്ട് രീതിയിലും അവന് ലാഭം തന്നെ. ഇപ്പം അവൻ ജീവിച്ചിരുന്നാൽ എന്നാ പറ്റും? ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന് ചൊല്ലിയാൽ ക്രിസ്തുവിന്റെ വേല ചെയ്യുക. അതുകൊണ്ട് ആത്മാക്കളെ கிடைക്കും. ആ ഫലങ്ങൾ അവന് കൈ നിറയെ കൊണ്ടുപോയിടാൻ പറ്റും. അതായത് ആണ്ടവരായ യേശു ക്രിസ്തുവിന്റെ ന്യായസിംഹാസനത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മേഴ്സി സീറ്റിൽ പോയിടുമ്പോൾ എന്നാ പറ്റിടും? അവന് കൈ നിറയെ ഫലം ഇരിക്കെ. എത്ര ആത്മാക്കളെ അവൻ 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 കൊണ്ടുവന്നാച്ചാൽ നമുക്ക് தெரியுமா? നമുക്ക് தெரியாது. കാരണം അവൻ சொல்லுது, ഞാൻ ഈ ഭൂലോകം മുഴുവനും സഞ്ചരിച്ചാച്ച് എല്ലായിടത്തും ഞാൻ സുവിശേഷം പണിയാച്ച്. അവൻ വളരെ ജാസ്തി ആത്മാക്കളെ ഇരിക്കും. അന്നേരം അവൻ சொல்லுது, ഞാൻ ഇനിയും ജീവിച്ചിരുന്നാൽ ഞാൻ കുറേ കൂടെ ഫലം കൊണ്ടുവരാൻ പറ്റും, ഞാൻ കുറേ കൂടെ ആത്മാക്കളെ കൊണ്ടുവരാൻ പറ്റും. എന്നാൽ ഞാൻ മരിച്ചാലോ? ഞാൻ മരിച്ചാൽ എന്താ എന്നെ എനിക്ക് ഞാൻ ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു. ഞാൻ ആ യേശു ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കും, അതായത് ഞാൻ സ്വർഗത്തിലെ ആയിരിക്കും എന്ന് അവൻ ചൊല്ലും. അവൻ്റെ ആശ. അതായത് നമ്മൾ 23 വാക്യത്തിൽ നമ്മൾ ഞാൻ ഇത് രണ്ടുമേ ഞാൻ വിസാരിച്ച് ഞാൻ ரொம்ப കഷ്ടപ്പെടുക എന്ന് ഇങ്ങനെ ചൊല്ലുന്നത്. രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അവൻ ചൊല്ലുന്നത്, എനിക്ക് ചിത്തമെന്ന് ചൊല്ലിയാൽ ഞാൻ ക്രിസ്തുവിനോടൊപ്പം ഇരിക്കുന്നതാണ് എൻ്റെ ചിത്തം. അതായത് ഞാൻ വിട്ടുപിരിഞ്ഞ്, അതായത് ഈ ലോകം വിട്ടുപിരിഞ്ഞ് ഞാൻ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിലായിരിക്കണം. അതുതാണ് എൻ്റെ വാഞ്ച. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി ഞാൻ വേല ചെയ്യുന്ന എനിക്ക് ரொம்ப സന്തോഷം. അതുതാൻ എൻ്റെ സന്തോഷം. അതായത് എൻ്റെ ഇഷ്ടം അതുതാൻ, അല്ലെങ്കിൽ എൻ്റെ ചിത്തം അതുതാൻ. ആണ്ടവർക്ക് ചിത്തമായിട്ട് എന്നെ പണ്ണാൻ പറ്റും. അത് നമ്മൾ 24 വചനത്തിലേക്ക് നമുക്ക് പോയിട. 24 വചനത്തിൽ എന്നാ ചൊല്ലുത്? എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. എന്നാൽ ഞാൻ എനിക്ക് എൻ്റെ ചിത്തം എന്നതാ, എനിക്ക് സ്വർഗത്തിൽ പോകുന്നത് എൻ്റെ ചിത്തം. എനിക്ക് സ്വർഗത്തിൽ താൻ പോകണം. എനിക്ക് സ്വർഗത്തിൽ പോയി താൻ ആണ്ടവരോടൊപ്പം ആയിരിക്കണം. അത് അന്നേരം എനിക്ക് നല്ല റെസ്റ്റ് കിടച്ചിടും. ഇപ്പം എന്താ എനിക്ക് കഷ്ടപ്പാട്, അടിയെ, അല്ലെങ്കിൽ ചങ്ങല, അല്ലെങ്കിൽ ഞാൻ ബന്ധസ്ഥനായി കിടക്കുക, എനിക്ക് പട്ടിണി, എനിക്ക് പ്രശ്നങ്ങൾ എല്ലാമേ ഇരിക്കുക. അതായത് ഞാൻ ഈ ലോകത്തിൽ ഞാൻ മറ്റുള്ളവരെ എന്നെ നിന്ദിക്കുക എല്ലാമേ എനിക്ക് ചെയ്ത്. കാരണം അവൻ്റെ ജീവിതം എല്ലാമേ കളഞ്ഞിട്ട് അവൻ ആണ്ടവരായ യേശുക്രിസ്തുവിന് വേണ്ടി വേല പണുക എന്ന് അവന് ரொம்ப കഷ്ടം. എന്നാൽ ഇപ്പം 24 വാക്യത്തിൽ നമ്മൾ വാസിക്കുമ്പോൾ നമുക്ക് ரொம்ப നല്ല കാര്യം നമുക്ക് തിരിയും. 24 വാക്യത്തിൽ എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. അവൻ ഇപ്പോഴും അവൻ മരിക്കുന്ന ഇടമായപ്പോൾ ഇപ്പം ഇത് അവൻ്റെ അവസാന സമയത്തിൽ താൻ ഇവൻ ചൊല്ലുന്നത്. അതായത് അവൻ്റെ തല വെട്ടി മുറിക്കുന്നതിന് മുന്നാടി താൻ അവൻ ഈ പ്രശ്നങ്ങൾ ഇവൻ ഇത് എഴുതിയത്. അതായത് അത് കഴിഞ്ഞിട്ട് അവൻ ഇങ്ങനെ ചൊല്ലുന്നത് എന്നാ தெரியுமா? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം.
കാരണം നിങ്ങൾക്ക് വേണ്ടി, അതായത് വേറെ ആവശ്യം എന്താ, അത് തന്നെ എഴുതിക്കുക എലിയാം. എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഞാൻ ഈ ജഡത്തിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ, നിങ്ങൾക്ക് സന്തോഷം തരുന്ന വചനങ്ങൾ ചൊല്ലുവാൻ, നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നല്ലപോലെ ചെയ്യുവാൻ, അല്ലെങ്കിൽ നിങ്ങളെ ബലഹീനതയിൽ നിന്ന് നിങ്ങളെ താങ്ങുവാൻ, നിങ്ങൾക്ക് കഷ്ടങ്ങൾ വരുമ്പോൾ നിങ്ങളെ താങ്ങുവാൻ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം കണ്ട് നിങ്ങൾക്ക് പഠിക്കുവാൻ, അത് എല്ലാമേ നിങ്ങൾക്ക് ഞാൻ ഈ ഇടത്തിലിരിക്കുന്നതാണ് നിങ്ങൾക്ക് ആവശ്യം. എന്നിട്ട് നിങ്ങൾ അതുകൊണ്ട് എന്നെ പറ്റും, നിങ്ങൾ ഇടത്തിലിരിക്കും. നമ്മൾ ഇന്ന് നമ്മൾ വാസിച്ച് നോക്കുക, ഒന്ന് വിസാരിച്ച് നോക്കിക്കേ. എന്നെ നമുക്ക് ഇന്നും പൗലോസിൻ്റെ ആ വചനങ്ങൾ എന്നെ പറ്റുന്ന സന്തോഷം തരുന്നു, നമുക്ക് ബലം തരുന്നു, നമുക്ക് ധൈര്യം തരുന്നു, നമുക്ക് ആണ്ടവരോടുള്ള വിസാരം നമുക്ക് ജാസ്തി വളർന്നിടും, അല്ലയാ? നമുക്കത് പൗലോസിൻ്റെ ചിത്തം നമ്മളൊന്ന് വിസാരിച്ച് നോക്കിക്കേ. അവന് മരിക്കുന്ന സമയമായിട്ടും അവൻ്റെ ചിന്ത എന്നാ, വിശ്വാസികൾക്ക് വേണ്ടി അവൻ ജീവിക്കണം. അവർക്ക് എന്നാ ചെയ്യാൻ പറ്റുമോ, അവർക്ക് എന്നാ അവരുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമായ ഏത് രീതിയിൽ സഹായം ചെയ്യാൻ പറ്റുമോ അതെല്ലാമേ ചെയ്യാൻ. അവന് ധനപരമായിട്ടുള്ള സഹായത്തെ പറ്റിയല്ല ഇங்கே சொல்லுது. അവൻ சொல்லுது ஞான മൂലം നിങ്ങൾക്ക് വചനത്തിൽ നിന്നും വചനം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ അതിൽ നിന്നും നിങ്ങൾക്ക് ധൈര്യം പോകണ്ട, നിങ്ങൾ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ വേല ചെയ്യണം. നോക്കിക്കേ, അപ്പോസ്തലനായ പൗലോസിൻ്റെ, അതായത് അവൻ്റെ അപ്പോസ്തലനായ പൗലോസിൻ്റെ എല്ലാ ചിത്തവും എപ്പോഴും ആണ്ടവരുടെ ചിത്തമായിരിക്കും. അത് തന്നെ നമ്മൾ കമ്പയർ പണമെന്നെങ്കിൽ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ ചിത്തം എന്നായിരുന്നു. അപ്പ പറയുന്നത് എല്ലാമേ ചെയ്യണം. അത് അപ്പായുടെ വചനം தான் சொல்லு. அதாவது தகப்பனாய ஆண்டவர் சொல்லுന്ന ഞാൻ പേശത്. തകപ്പനായ ആണ്ടവർ എന്നോട് ചൊല്ലിയ കാര്യം தான் ഞാൻ ചെയ്തത്. നീ എന്നെ പാക്കുമ്പോൾ നീ അത് തന്നെ നിനക്ക് മനസ്സിലാവും. നമ്മൾ 7-ാം അധ്യായത്തിൽ നമ്മൾ യേശു ക്രിസ്തുവിനെ പറ്റി നമ്മൾ വാസിക്കുന്നത്, അങ്ങ് എഴുതിയിരിക്കുന്നത് എന്താ തിരുമോ? ഏത് യോഹന്നാൻ അല്ലെങ്കിൽ ജോണ് ഗോസ്പൽ 7-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയും അവൻ പഠിത്തമില്ലാതിരുന്നിട്ടും അവൻ്റെ വചനങ്ങൾ ഇത്ര ജ്ഞാനമെങ്കിയെന്ന് വന്നിരിക്കും. ആണ്ടവരായ യേശുക്രിസ്തുവിനെ പറ്റി യഹൂദന്മാരെ എന്നാ சொல்லுது, ഇവന് പഠിത്തമില്ലായിട്ട് ഇവന് വചനമേ ഇവന് അക്ഷരമേ അവനെ തിരിയാതെ, എന്നിട്ട് അവന് ഇത്ര ജ്ഞാനം എങ്കിന്ന് വന്നു. അതുതാൻ നമുക്ക് മനസ്സിലാവണം. അത് എങ്കിന്ന് വന്നു. തകപ്പനായ ആണ്ടവർ അവന് വചനം കൊടുത്താച്ച് അവൻ എന്നാ പേച്ചത് തകപ്പനായ ആണ്ടവരുടെ വചനം താൻ. അവൻ എന്നാ പണ്ണെന്ന് തകപ്പനായ അതുകൊണ്ട് തന്നെ അവൻ சொல்லுது, ഞാൻ വന്നത് എന്തിനാൻ? തകപ്പനായ ആണ്ടവർക്ക് ചിത്തം ചെയ്യുവാൻ വേണ്ടി വന്നിരിക്കും. നമ്മൾ നേരത്തെ നമ്മൾ വാസിച്ച എഫെസ്യ ലേഖനത്തിലൊക്കെ വെച്ച് നമ്മളിൽ ആരുടെ വിധേയതാൻ നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നത്? ആണ്ടവരുടെ വിധ. അത് വളരുമ്പോൾ നമുക്ക് എന്നാ കിടക്കും? അതിൻ്റെ ഫലം കിടക്കും. അതായത് നമ്മൾ ആണ്ടവരുടെ വിധ നമ്മൾ ഒരു വിധ വിതച്ചാൽ അതിൻ്റെ ആ വിധയുടെ ഫലം താൻ നമുക്ക് കിടക്കും. അതേപോലെ ആണ്ടവരുടെ വിധ നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നമുക്ക് എന്നാ ഫലം കൊടുക്കാൻ പറ്റും? ஆண்டோட விதைக்கு அனுசரிச்சு, அதான் ஒப்பமா இங்கே ஆண்டவரா യേശു ക്രിസ്തു എന്നാ சொல்லுது? ഞാൻ താപ്പനായ ആണ്ടവർക്ക് ചിത്തം താൻ ചെയ്ത് അവൻ്റെ ചിത്തത്തനുസരിച്ച്. എന്നാൽ ഇங்கே പൗലോ சொல்லுது, ഞാൻ ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ ചിത്തം താൻ ചെയ്തത്. കാരണം എന്നെ വിലയ്ക്ക് വാങ്ങിയത് ആര് താൻ? ആണ്ടവരായ യേശു ക്രിസ്തു താൻ എന്നെ വിലയ്ക്ക് വാങ്ങിയത്. അവൻ്റെ ബീജം താൻ എന്നിൽ തന്നിരിക്കുന്നത്. അത് മറ്റുമല്ല, അവൻ ചൊല്ലിയാച്ച് എൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതായത് എൻ്റെ ആത്മാവ് ഞാൻ നിങ്ങളുടെ വാസം പണ്ണാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിരിക്കുക. അന്നേരം ആ ഹൃദയത്തിൽ വരുമ്പോൾ ഏത് കാര്യം നമ്മൾ പണ്ണാൻ പറ്റും? അതായത് ഒരു വിത എന്നെ വിതച്ചോ അതിൻ്റെ ഫലം താൻ கிடைக்கும். അന്നേരം ഇങ്ങനെ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ വിത നമ്മളിൽ വിതച്ചപ്പോൾ നമുക്ക് എന്നാ കിട്ടും? ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ ഫലം നമുക്ക് கிடைக்கும். അതായത് ആണ്ടവരായ യേശുക്രിസ്തു എന്നാ പണ്ണുമോ അതേ രീതിയിൽ താൻ നമുക്കും പണ്ണാൻ പറ്റും.
നമ്മൾ എന്നാ പറ്റുമോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്പോൾ എന്നാ ചെയ്യുക, നമ്മൾ പിന്നെയും സാത്താനിലേക്ക്, പിശാചിലേക്ക് നമ്മൾ തിരികെ പോവുക. അത് തപ്പുതാൻ. അപ്പടി ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പിശാചിൻ്റെ ഫലം கிடைக்கும். എന്നാൽ നമുക്ക് നല്ലപോലെ പിടിഞ്ഞിരിക്കും. ഇപ്പോൾ നമ്മൾ ആരുടെ മക്കൾ താൻ? ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ മക്കൾ താൻ. ആണ്ടവരായ യേശുക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങിയ അച്ഛൻ. അവൻ നമ്മളെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി നമ്മളെ മക്കളാക്കി തീർത്താച്ചൻ. ആ ആണ്ടവരുടെ ചിത്തം താൻ എനിക്ക് ചെയ്യുന്നത്. 25-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കും. അന്നേരം എங்கே അപ്പോസ്തലനായ പൗലോസിന് നിങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ അതാണ് എഴുതിക്കുക 25 നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ, അതായത് നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറയ്ക്കണം. നിങ്ങൾ വിശ്വാസത്തിൽ ഉറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്നാ பண்ணണം? അതിന് വേണ്ടിയ തേവപ്പെടുന്ന എന്നാ കൊടുക്കണം? അതിന് ഓരം കൊടുക്കണം. ആ ഓരം താൻ എന്നാ പണത് അപ്പോസ്തലനായ പൗലോസ് ഓരം താൻ കൊടുക്കുന്നത്. അന്നേരം നിങ്ങൾ എന്നാ പറ്റും? നിങ്ങളുടെ റൂട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വേര് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിടും. നല്ലപോലെ ഗവനിച്ചിടും. ഇങ്ങ சொல்லுது നിന്റെ വേര് എങ്ക പോയിടും? നല്ലപോലെ താഴെ പോ. അന്നേരം നീ എന്നാ ഈ വിശ്വാസത്തിൽ ഉറച്ചിടും. അന്നേരം ഇங்கே അപ്പോസ്തലനായ പൗലോസ് சொல்லுது, ഞാൻ എന്നാ பண்ணுவா? ഞാൻ നിങ്ങൾക്ക് ഓരം തന്നിടുക. ഇങ്ങനെ വചനത്തിൽ എഴുതിയിട്ടില്ല, പക്ഷേ നമ്മൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, അതായത് നിങ്ങളുടെ വിശ്വാസം വളരേണ്ടതിന് അതിനെ ഞാൻ சொல்லுது, നമ്മളൊരു വിത വെച്ച് കഴിഞ്ഞാൽ അത് വലുതാകുമ്പോൾ അതിന് ഓരം കൊടുക്കും തോറും അതിന് ബലം വന്നിടും. അതേപോലെ ഇங்கே അപ്പോസ്തലനായ പൗലോസ് അത് തന്നെ சொல்லுது, നിങ്ങൾക്ക് വിശ്വാസത്തിൽ ഉറച്ചിടാൻ വേണ്ടി ഞാൻ ഇங்கே എൻ്റെ സമയം എൻ്റെ മുടിഞ്ഞാച്ച് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ വിസാരിച്ചിട്ട് ഞാൻ ചൊല്ലിയ കാര്യം ഇங்கே അപ്പോസ്തലനായ പൗലോസിൻ്റെ ചിത്തം എന്താണ്? നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചിടണം. അതായത് നിങ്ങളുടെ എല്ലാ കാര്യം, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചാൽ മറ്റും താൻ നിങ്ങൾ ഫലം കായ്ക്കാൻ പറ്റും. വേറെ കീഴെ പോവാതെ നിങ്ങൾക്ക് എപ്പോഴും ഫലം തരാൻ പറ്റും. അന്നേരം നിങ്ങൾ വിശ്വാസത്തിലുള്ള അതുകൊണ്ട് താൻ ഞാൻ ഈ ലോകത്തിൽ ഞാൻ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇங்கே പോയിന്റ് എന്ത് താൻ சொல்லுது? അപ്പോസ്തലനായ പൗലോസ് എന്നാ சொல்லுது? നിങ്ങൾ വിശ്വാസത്തിൽ അഭിവൃദ്ധിപ്പെടുവാനും അത് മറ്റുമല്ല സന്തോഷത്തിനുമായി. അതായത് രണ്ട് കാര്യമാണ് അങ്ങ് കാണുന്നത്. ഒന്ന്, നിങ്ങൾക്ക് സന്തോഷം கிடைக்கும், ഞങ്ങൾക്ക് വിശ്വാസം. എൻ്റെ സമയം എങ്കിൽ ഞാൻ നാളെ ഇതിനെപ്പറ്റി നമുക്ക് പിന്നെയും വിസാരിച്ചിടാം, നമുക്ക് പേശിടാം. ആണ്ടവർ നമുക്ക് നൽകിയ സമയത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ആണ്ടവരെ നമുക്ക് മഹിമപ്പെടാം, അവനെ പോളുവും, അവനെ മഹിഴ്ച കൊടുക്കുമോ. കാരണം അവൻ താൻ എല്ലാത്തിനുമേ കാരണഭൂതൻ. ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.